എല്ലാ ചിന്തകളും നമുക്ക് ആവശ്യമുള്ളതാണോ? ഒരുപാട് സമയം മനസ്സിൽ ചുമന്ന് നടക്കാൻ പാകത്തിനുള്ള ചിന്തകളെല്ലാം ശരിക്കും വിലപ്പെട്ടതാണോ? ഇന്ന് പലരും സ്ട്രെസ്, ഓവർ തിങ്കിങ്, ആങ്സൈറ്റി എന്നിവ കുറയ്ക്കാൻ പല വഴികളും തേടുന്നുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ജാപ്പനീസ് സംസ്കാരത്തിൽ മനസ്സിനെ ശാന്തമാക്കാനും അനാവശ്യ ചിന്തകളിൽ നിന്ന് സ്വയം മോചിതരാകാനും സഹായിക്കുന്ന ചില മൈൻഡ് ഡീറ്റോക്സ് പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അവ വെറും സ്വയം മെച്ചപ്പെടുത്താനുള്ള ടിപ്സ് മാത്രമല്ല, തലമുറകളിലൂടെ കൈമാറിയ ജീവിത ദർശനങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെയൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന 7 ജാപ്പനീസ് മൈൻഡ് ഡീറ്റോക്സ് ഹാബിറ്റ്സ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവയിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാത്രമല്ല, ജീവിതത്തെ കാണുന്ന രീതിയും മാറിയേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. വെൽക്കം ടു ഫെയറി ലൈഫ് സ്റ്റൈൽ, എ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ. അതിലാദ്യത്തെ ജാപ്പനീസ് മൈൻഡ് ഡീറ്റോക്സ് പ്രാക്ടീസാണ് നൈക്കൻ. നൈക്കൻ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം നമ്മളിലേക്ക് തന്നെ നോക്കുക അല്ലെങ്കിൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്നാണ്. 1940കളിൽ വികസിപ്പിച്ച ഈ ഒരു പ്രാക്ടീസ് ഇന്നും കൗൺസിലിംഗ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് എന്നിവയിലും ഉപയോഗിക്കപ്പെടുന്ന ഒരു റിഫ്ലക്ഷൻ മെത്തേഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് നിങ്ങളെ മറ്റുള്ളവരെ വിലയിരുത്താൻ പഠിപ്പിക്കുന്നില്ല, പകരം നിങ്ങളെ തന്നെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നൈക്കൻ വെറും 3 ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. പക്ഷേ ആ 3 ചോദ്യങ്ങൾ പല വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ് ചിന്തകളെയും വിഷമങ്ങളെയും കുറ്റബോധങ്ങളെയൊക്കെ പോലും മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാൻ സഹായിക്കുന്നതാണ്. ആ 3 ചോദ്യങ്ങൾ ഇവയാണ്: ഇന്നത്തെ ദിവസം എന്താണ് എനിക്ക് ലഭിച്ചത്? ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് മറ്റുള്ളവർക്ക് നൽകിയത്? ഇന്നത്തെ ദിവസം ഞാൻ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇത് വളരെ ആഴമുള്ള ഒരു ജാപ്പനീസ് ഫിലോസഫിയാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം ഉള്ളിലേക്ക് നോക്കാനും സ്വന്തം ചിന്തകളും പെരുമാറ്റങ്ങളും സത്യസന്ധമായി വിലയിരുത്താനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ എണ്ണിക്കൊണ്ടല്ല, സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. നൈക്കൻ ആ ശ്രദ്ധയെ പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വെറും 10 മിനിറ്റ് മാത്രം മതി. മൊബൈലോ മറ്റ് ഡിസ്ട്രാക്ഷൻസോ ഒന്നുമില്ലാതെ ഒരു ശാന്തമായ സ്ഥലത്ത് ഇരിക്കുക. ഈ 3 ചോദ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. പിന്നെ ഓരോ ദിവസവും അതിനുള്ള ഉത്തരങ്ങളും എഴുതുക. കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ഇത് ചെയ്താൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല നെഗറ്റീവ് ചിന്തകളെയും മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാൻ നിങ്ങൾ തുടങ്ങും. ചില ആളുകളുടെ പെരുമാറ്റം എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രയധികം ബാധിക്കുന്നത് എന്നും അതിനെക്കുറിച്ച് ശരിക്കും ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്നും നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങും. അതാണ് നൈക്കൻ എന്ന ആശയത്തിൻ്റെ യഥാർത്ഥ ശക്തി. അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന യഥാർത്ഥ വിഷമങ്ങളെന്ന് പലപ്പോഴും നമ്മൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ, മനസ്സിൻ്റെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനായുള്ള അവരുടെ മറ്റൊരു ഹാബിറ്റാണ് മാമ. മാമ എന്ന ജാപ്പനീസ് ആശയത്തിൻ്റെ അർത്ഥം മീനിങ്ഫുൾ സ്പേസ് എന്നാണ്. അതായത് ജീവിതത്തിൽ എല്ലായിടത്തും എന്തെങ്കിലും നിറയ്ക്കാൻ ശ്രമിക്കാതെ മനസ്സിനും സമയത്തിനും ചുറ്റുപാടുകൾക്കും കുറച്ച് ഒഴിഞ്ഞ ഇടം നൽകുക, ഒരു എംപ്റ്റി സ്പേസ് നൽകുക എന്നതാണ്. ഇന്ന് നമ്മൾ ഓരോ നിമിഷവും നോട്ടിഫിക്കേഷൻസ്, സോഷ്യൽ മീഡിയ, എൻലെസ് ഇൻഫർമേഷൻസ് എന്നിവ കൊണ്ട് മനസ്സിനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജാപ്പനീസ് സംസ്കാരം പറയുന്നത് സമാധാനം എല്ലാം നിറയ്ക്കുന്നതല്ല, ആവശ്യമില്ലാത്തത് ഒഴിവാക്കി കുറച്ച് സ്പേസ് ഉണ്ടാക്കുന്നതിലാണ് എന്നുള്ളതാണ്. ഈ ഒരു ഫിലോസഫി നമുക്ക് അവരുടെ വീടുകളിലും കാണാൻ സാധിക്കും. മിനിമലിസം കോൺസെപ്റ്റിനാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അനാവശ്യ വസ്തുക്കൾ കൊണ്ട് വീട് നിറയ്ക്കുന്നതിനേക്കാൾ തുറന്ന ഇടങ്ങൾക്കും ലാളിത്യത്തിനും അവർ കൂടുതൽ വില നൽകുന്നു. മാമ എന്ന ആശയം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: അനാവശ്യ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറച്ചു വെക്കരുത്. എല്ലാ ചിന്തകളും ജീവിതകാലം മുഴുവനും ചുമന്ന് നടക്കേണ്ട ആവശ്യമില്ല. മനസ്സിനും കുറച്ച് സ്പേസ് വേണം. ഒരു മുറിയിൽ ഒട്ടും സ്ഥലം ബാക്കിയില്ലാതെ ഫർണിച്ചറുകൾ കുത്തി നിറച്ചാൽ അവിടെ സ്വതന്ത്രമായി നമുക്ക് നടക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. പഴയ ഓർമ്മകളും വിഷമങ്ങളും ഭയങ്ങളും അനാവശ്യ ചിന്തകളും നിറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സിന് ശ്വാസം മുട്ടാൻ തുടങ്ങും. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് വിട്ടുകളഞ്ഞ് മനസ്സിന് കുറച്ച് സ്പേസ് നൽകാൻ പഠിക്കുക. ചിലപ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ ചേർത്ത് വെക്കുന്നതല്ല,
ആവശ്യമില്ലാത്തത് ഒഴിവാക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ജാപ്പനീസ് മൈൻഡ് ഡീറ്റോക്സ് ഹാബിറ്റാണ് ഷിൻറിൻ യോക്കു. ഫോറസ്റ്റ് ബാത്തിങ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഇതിന് കാട്ടിൽ പോയി കുളിക്കുക എന്ന അർത്ഥമൊന്നുമല്ല. പ്രകൃതിയുടെ സാന്നിധ്യത്തിൽ കുറച്ച് സമയം ചിലവഴിക്കുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ആശയം. 1980-കളിൽ ജപ്പാനിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഈ ഒരു പ്രാക്ടീസ് ഇന്ന് സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെയും മെൻ്റൽ വെൽബീയിങ്ങിൻ്റെയും ഭാഗമായി ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് മരങ്ങൾക്കിടയിലൂടെ നടക്കുക, ഇലകളുടെ ശബ്ദം കേൾക്കുക, ശുദ്ധമായി ശ്വസിക്കുക, ചുറ്റുമുള്ള പ്രകൃതിയെ ശ്രദ്ധയോടെ അനുഭവിക്കുക. ഇത്തരത്തിൽ കുറച്ച് സമയം പ്രകൃതിയുമായി അടുത്തു നിൽക്കുമ്പോൾ മനസ്സ് വളരെയധികം ശാന്തമാവുകയും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തുടർച്ചയായ ഓവർ തിങ്കിങ്ങിൽ നിന്ന് ഒരു ഇടവേള ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിനെ ഡീറ്റോക്സ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മരുന്ന് മുറികൾക്കുള്ളിലിരിക്കുക എന്നുള്ളതല്ല, പുറത്തേക്കിറങ്ങുകയും പ്രകൃതിയെ ആസ്വദിക്കുകയും ചെയ്യുന്നതാണ്. ഇനി നാലാമത്തെ ജാപ്പനീസ് മൈൻഡ് ഡീറ്റോക്സ് ഹാബിറ്റാണ് ടീ മൈൻഡ്. ജപ്പാനിൽ ചായ കുടിക്കുന്നത് വെറും ഒരു പതിവല്ല, അതൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൂടിയാണ്. ചാഡോ അഥവാ ദ വേ ഓഫ് ടീ എന്നറിയപ്പെടുന്ന ഈ ഒരു കാര്യം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും പൂർണ്ണ ശ്രദ്ധ നൽകാൻ നമ്മെ പഠിപ്പിക്കുന്നു. ചായയുടെ ഒരു സുഗന്ധം, അതിൻ്റെ ഒരു ചൂട്, ഓരോ സിപ്പിൻ്റെയും രുചി, ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ അനുഭവിക്കുക. അതിലൂടെ മനസ്സ് ഭൂതകാലത്തിൽ നിന്നോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നോ മാറി ഇപ്പോഴുള്ള നിമിഷത്തിലേക്ക് തിരികെ വരുന്നു. ഇന്ന് നമ്മളിൽ പലരും ഭക്ഷണം കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും എല്ലാം മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ടീ മൈൻഡ് പറയുന്നത് ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക എന്നതാണ്. ഈ ഒരു ചെറിയ മാറ്റം പോലും മനസ്സിനെ ശാന്തമാക്കാനും ഓവർ തിങ്കിങ് കുറയ്ക്കാനും സഹായിക്കും. ഇനി ഒരുപാട് മനസ്സ് വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിലായിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ ആസ്വദിച്ച് നല്ല ഇഞ്ചിയും ഏലക്കയും ഒക്കെ ഇട്ട് ഒരു ചായ ഉണ്ടാക്കി വളരെയധികം ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിയിലേക്കൊക്കെ നോക്കി അതൊന്ന് കുടിച്ചു നോക്കൂ. നിങ്ങൾ വളരെ റിഫ്രഷ് ആവുന്നതായിട്ടും റിലാക്സ്ഡ് ആവുന്നതായിട്ടും അനുഭവിക്കാൻ കഴിയും. ഇനി അഞ്ചാമത്തെ ജാപ്പനീസ് മൈൻഡ് ഡീറ്റോക്സ് ഹാബിറ്റാണ് മോണോണോ അവെയർ. ഈ ഒരു ജാപ്പനീസ് ഫിലോസഫി പറയുന്നത് ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല എന്ന സത്യം അംഗീകരിക്കാനാണ്. സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും നല്ല സമയവും മോശ സമയവും എല്ലാം താൽക്കാലികമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് പലപ്പോഴും സംഭവങ്ങൾ തന്നെയല്ല, അവ എന്നേക്കുമായി തുടരുമെന്ന നമ്മുടെ ഒരു ചിന്തയാണ്. എന്നാൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പല വിഷമങ്ങളും സ്വാഭാവികമായി ചെറുതായി തോന്നാൻ തുടങ്ങും. അതുകൊണ്ടാണ് ജാപ്പനീസുകാർ ചെറി ബ്ലോസം പൂക്കളെ ഇത്രയധികം സ്നേഹിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം വിരിഞ്ഞു നിൽക്കുന്ന ആ പൂക്കൾ ജീവിതത്തിൻ്റെ നിമിഷ ഭംഗിയും മാറ്റവും ഓർമ്മിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ മനസ്സിന് ഏറ്റവും വലിയ സമാധാനം ലഭിക്കുന്നത് എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിലല്ല, മാറേണ്ടത് മാറുമെന്ന സത്യം സ്വീകരിക്കുമ്പോഴാണ്. ഇനി ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് വാബി സാബിയും കിൻസുഗിയുമാണ്. വാബി സാബി എന്ന ഫിലോസഫി പറയുന്നത് പൂർണ്ണതയല്ല ജീവിതത്തിന് സൗന്ദര്യം, അപൂർണതയിലും ലാളിത്യത്തിലും മാറ്റങ്ങളിലുമാണ് യഥാർത്ഥ സൗന്ദര്യമെന്നാണ്. അതേസമയം കിൻസുഗി എന്ന ജാപ്പനീസ് കലയിൽ പൊട്ടിപ്പോയ മൺപാത്രങ്ങൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അവ സ്വർണം കലർത്തിയ ലാക്വർ ഉപയോഗിച്ച് വീണ്ടും ചേർത്ത് വയ്ക്കുന്നു. ആ പൊട്ടലുകൾ മറച്ചു വെക്കാതെ അതിനെ തന്നെ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗമാക്കി മാറ്റുന്നു. ഈ രണ്ടും നമ്മെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളും മുറിവുകളും വേദനകളുമെല്ലാം നമ്മുടെ വില കുറയ്ക്കുന്നില്ല. അവയെല്ലാം കൂടിച്ചേർന്നാണ് നമ്മളെ കൂടുതൽ ശക്തരും പക്വതയുള്ള മനുഷ്യരുമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ വെറുക്കുന്നതിന് പകരം അവയെ സ്വീകരിക്കാൻ പഠിക്കുക. കാരണം പൂർണ്ണതയെ തേടിക്കൊണ്ടുള്ള ജീവിതത്തേക്കാൾ സ്വന്തം യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന ജീവിതമാണ് മനസ്സിന് കൂടുതൽ സമാധാനം നൽകുന്നത്. ഇനി ഏഴാമത്തേതും അവസാനത്തേതുമായ ജാപ്പനീസ് മൈൻഡ് ഡീറ്റോക്സ് ഹാബിറ്റാണ് ഇച്ചിഗോ ഇച്ചി. ഈ ഒരു ജാപ്പനീസ് ഫിലോസഫിയുടെ അർത്ഥം ഈ നിമിഷം വീണ്ടും ഒരിക്കലും ആവർത്തിക്കില്ല എന്നതാണ്. അതുകൊണ്ട് ഓരോ നിമിഷത്തെയും, ഓരോ കൂടിക്കാഴ്ചയെയും, ഓരോ അനുഭവത്തെയും പൂർണ്ണമായും ജീവിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മളിൽ പലരും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയോ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴുള്ള നിമിഷം നഷ്ടപ്പെടുത്തുന്നത്. എന്നാൽ ഇച്ചിഗോ ഇച്ചി എന്ന ഫിലോസഫി പറയുന്നത് ജീവിതം നടക്കുന്നത് ഈ നിമിഷത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള നിമിഷത്തെ ശ്രദ്ധയോടെ സ്വീകരിക്കാനും അതിന് വില നൽകാനും പഠിക്കുമ്പോൾ അനാവശ്യമായ ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും പതിയെ കുറയാൻ തുടങ്ങും. കാരണം ജീവിതം മാറ്റുന്നത് ഇന്നലെയോ നാളെയോ അല്ല, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷമാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ഈ ഒരു ജാപ്പനീസ് ജീവിത ദർശനങ്ങളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അവർ സന്തോഷം തേടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരല്ല, പകരം സ്വന്തം മനസ്സിനെ പരിശീലിപ്പിച്ച് സമാധാനം കണ്ടെത്താൻ പഠിച്ചവരാണ്.
അതുകൊണ്ടാണ് അവരുടെ പല ഫിലോസഫീസിലും മറ്റുള്ളവരെ മാറ്റുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്, നമ്മളെ തന്നെ മാറ്റുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം മനസ്സ് മാറുമ്പോൾ ലോകത്തെ കാണുന്ന രീതിയും മാറും. ഈ ഒരു 7 ഹാബിറ്റ്സ് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റില്ല. പക്ഷേ ഇവയിൽ ഒരു ശീലമെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും ജീവിതത്തെ കാണുന്ന രീതിയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ആ ചെറിയ മാറ്റങ്ങളാണ് പിന്നീട് വലിയ ജീവിത മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്ന എല്ലാ ചിന്തകളും ചുമന്ന് നടക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ആവശ്യമുള്ളത് മാത്രം മനസ്സിൽ സൂക്ഷിക്കുക, ബാക്കിയുള്ളവയെ വിട്ടയക്കാൻ പഠിക്കുക. കാരണം ശാന്തമായ ഒരു മനസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് ഈ ജാപ്പനീസ് ഫിലോസഫീസ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ രൂപീകരിക്കാൻ ഇതൊക്കെ സഹായിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.